ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നേ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു രഹസ്യം പറയാനാണ് കേട്ടോ. പറഞ്ഞോട്ടെ, ഞാൻ ആ രഹസ്യം പറയട്ടെ? പറയാം അല്ലേ. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും, മനുഷ്യൻ്റെ എല്ലാവരുടെ ലൈഫുമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, ഞാൻ ഉൾപ്പെടെ. നമുക്ക് കൊച്ചു കൊച്ചു സീക്രട്സുകൾ കാണും അല്ലേ. ആർക്കും ഉപദ്രവപ്രദമായ സീക്രറ്റുകളല്ല, പക്ഷേ കൊച്ചു കൊച്ചു സീക്രട്സുകൾ എല്ലാവർക്കും കാണും നമ്മുടെ ലൈഫിൽ. കാര്യം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 10, 75, 80, 85 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും സീക്രട്ടായിട്ട്. ആണിനും പെണ്ണിനും കാണും അല്ലേ. അതൊരു പ്രശ്നമുള്ളതല്ല, പക്ഷെ നമ്മൾ പ്രശ്നമുള്ളതാക്കാതിരുന്നാൽ മതി ആ സീക്രട്ട് കൊണ്ട്. ഇനി ഞാൻ പറയട്ടെ എന്താണെന്ന്. നമുക്കുണ്ടാവുന്ന കൊച്ചു കൊച്ചു സീക്രറ്റുകൾ ഒരു പക്ഷേ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്തോ ഒക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സീക്രറ്റുകൾ നമ്മുടെ മനസ്സിൽ ഇരിക്കുകയാണ്. നമ്മളൊരു ദുരുദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അവരോടൊപ്പം അത് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ടായിരിക്കാം നമ്മളത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം തീർച്ചയായിട്ടും. കാര്യം അത് അവരെ വേദനപ്പെടുത്താനോ മറ്റുള്ളവരെ വേദനപ്പെടുത്താനോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാതിരിക്കുക. കാര്യം അവരുടെ മനസ്സിൽ അതൊരു കരടായി കിടക്കുമെന്ന്. നീ എന്തുകൊണ്ടത് പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അപ്പം നിൻ്റെ ഭാഗത്ത് തെറ്റില്ലേ, നീ തെറ്റുകാരിയല്ലേ എന്നുള്ളത് അവരുടെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാകും. അതുകൊണ്ട് ചില സീക്രട്സ് നമ്മൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ കൂടെ ഒരു സീക്രട്ട് പറഞ്ഞിട്ട് പറയണം, നീ ഇത് ആരടുത്തും പറയല്ലേ, ഇത് നിൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ പറയുന്നത്, നിന്നെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് പറയുന്നത്. കൂടുതൽ ആൾക്കാരും ആ സീക്രട്ട് അന്ന് തന്നെ പുറത്ത് പറഞ്ഞിരിക്കും. അവരത് ഷെയർ ചെയ്യും മറ്റുള്ളവരുമായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് വേണ്ടത്? നമുക്ക് അത് മറ്റുള്ളവരറിയണ്ടെങ്കിൽ ഒരു കാരണവശാൽ അത് രണ്ടാമതൊരാളിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക. നമുക്കൊരു സീക്രട്ട് അറിയാം വേറൊരു വ്യക്തിയുടെ, പക്ഷേ നമ്മളത് പുറത്ത് പറഞ്ഞാൽ അവരുടെ ജീവിതം തകർക്കാൻ അത് മതിയാകും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ സീക്രട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക. കാര്യം നമ്മൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിച്ചു കൊണ്ട് ജീവിക്കാനാവില്ല. അത് നമ്മളെ ഒരുപാട് മുറിപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മളും കുറ്റപ്പെടുത്തും സ്വയം തന്നെ. നമ്മളത് ചെയ്യണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ അവർക്ക് അങ്ങനെ വന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ ആരുടെയും സീക്രട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത്. അത് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. മനസ്സിലായോ ആ ടിപ്പ് എന്താണെന്ന്? എല്ലാവരും കീപ്പ് ചെയ്യുക അവരവരുടെ സീക്രട്സ്. Thank you for watching and see you soon with another vlog with another secret. Okay, bye.